ശ്രദ്ധിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസ കർമ്മയോഗ ച രണ്ടെണ്ണം, ഉഭൗ ഇത് രണ്ടും, നിശ്രേയസകരവും. സന്യാസ നിശ്രേയസകരോ കർമ്മയോഗ ച നിശ്രേയസകര, രണ്ടും നിശ്രേയസകരമാണ്. അതുകൊണ്ട് സന്യാസ കർമ്മയോഗ ച ഉഭൗ നിശ്രേയസകരൗ തയോഃ കർമ്മയോഗ കർമ്മസന്യാസാത് വിശിഷ്യതേ. കർമ്മയോഗമാണ് കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം എന്നുറപ്പിച്ച് പറയുക. ഇത് അർജുനനോട് പറഞ്ഞു കൊടുത്തതുകൊണ്ട് പറഞ്ഞതാണ്. കർമ്മസന്യാസത്തിന് അധികാരിയായ ഒരുവനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ പറയുക കർമ്മയോഗ കർമ്മസന്യാസ ശ്രേഷ്ഠ വിശിഷ്യ എന്ന് സംശയമില്ലാതെ പറയുമായിരുന്നു. കർമ്മസന്യാസത്തിന് കർമ്മയോഗത്തിന് അധികാരിയായവൻ തുനിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇത് മനസ്സിലാകുക. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. ഇങ്ങനൊരു കുഴപ്പം അവിടെ കിടപ്പുണ്ട്. കർമ്മമില്ലാതെ ഒരുവനും ഒരു ക്ഷണനേരം പോലും ഇരിക്കാനാവില്ല. സുനിശ്ചിതമാണ് കർമ്മം എന്ന് തന്നെയല്ല, കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ. കർമ്മം ഉള്ളിൽ കത്തിക്കളിക്കുമ്പോൾ കർമ്മത്തെ പുറത്തേക്ക് വിടുന്ന തന്ത്രികൾ, കർമ്മേന്ദ്രിയ വാസനാബദ്ധങ്ങളായ തന്ത്രികളെ മസ്തുളങ്കത്തിൽ ഒതുക്കിപ്പിടിക്കുമ്പോൾ അതിനൊട്ടേറെ ഊർജം ചെലവാക്കണം. ഈ ഊർജം മുഴുവൻ ചെലവാക്കി ഇതിനെ മർദ്ദിച്ച് പിടിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ഫലമായുണ്ടാകുന്ന സംഘർഷങ്ങൾ രോഗങ്ങളായിത്തീരും. അയാളിൽ നിന്ന് സമൂഹത്തിലേക്ക് ഒഴുകുന്ന തരംഗാവലികളെല്ലാം ദ്വേഷത്തിൻ്റെതായിത്തീരും, വെറുപ്പിൻ്റെതായിത്തീരും. അയാളുടെ സാമീപ്യ സംസർഗങ്ങളൊന്നും ആനന്ദമുണ്ടാക്കില്ല. ആധ്യാത്മികതയിൽ ഈ വൈകല്യമുണ്ടാകുന്ന കാലം ദുരുപദിഷ്ടകാലമായിത്തീരും. കർമ്മയോഗമനുഷ്ഠിക്കേണ്ടവൻ, കർമ്മം ചെയ്ത് അന്ധക്കരണം ശുദ്ധമാക്കേണ്ടവൻ തപസ്സിനായി പോകുമ്പോഴാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വൈകല്യങ്ങളുണ്ടാകുന്നത്. അത്തരം ആളുകളുടെ സ്ഥിരാകേന്ദ്രങ്ങളിലെല്ലാം ഹിംസ അനിവാര്യമായി വരും. ലോകേഷണയുടെയും ദാരേഷണയുടെയും പുത്രേഷണയുടെയും രംഗങ്ങൾ തുറന്ന് മര്യാദാമസൃണമായി വ്യവസ്ഥാപിതമായി അനുഭവിക്കുമ്പോൾ ഹിംസ അനിവാര്യമായി വരില്ല. പുത്രേഷണയും ലോകേഷണയും ദാരേഷണയും തെറ്റാണെന്ന് ധരിക്കുകയും അത് ലോകം
തെറ്റാണെന്ന് വിശ്വസിക്കുന്നുവെന്ന് വിചാരിക്കുകയും ആ വഴിയെ പോകണമെന്ന് നിർബന്ധം വരികയും അത് രഹസ്യമായി നിർവഹിക്കുകയും രഹസ്യങ്ങൾ പരസ്യങ്ങളായി തീരുമ്പോൾ അത് പരസ്യമാകാതിരിക്കുവാൻ ഹിംസയെ അവലംബിക്കേണ്ടി വരികയും ചെയ്യുന്നത് ലോകസാധാരണമാണ്. അതുളവാക്കുന്ന വെറുപ്പാണ് ഭാരതം ഇന്ന് ശിരസിലേറ്റുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. എന്നെ നിങ്ങൾ ലോകരുടെ മുഴുവൻ മുമ്പിൽ നല്ലവനായി അവതരിപ്പിച്ച് നിങ്ങളെല്ലാവരും ചേർന്ന് പല സ്ഥലങ്ങളിൽ പ്രൊമോട്ടർമാരായി ഓടി നടന്ന് സകല കാര്യവും ചെയ്തിട്ട് എനിക്കൊരു ചെറ്റത്തരം ഉണ്ട്, അത് കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ആളുകൾ മാത്രമിരിക്കുന്നിടത്ത് ചെറ്റത്തരം കൊണ്ടുപോവുകയും പുറത്തുനിന്നുള്ളവർ അറിയാതിരിക്കുകയും ചെയ്യാൻ എന്തെല്ലാം മറകൾ ഉണ്ടാക്കിയാലും നിങ്ങളിൽ ഒരുത്തൻ എന്നോട് പിണങ്ങിയാൽ അത് പുറത്താവും. ആം ഐ റൈറ്റ്? പിന്നെ ആ പുറത്തിറങ്ങി അത് പുറത്താക്കിയവനെ കൊന്നുകളയല്ലാതെ എനിക്ക് യാതൊരു പണിയുണ്ടാവില്ല. ഞാൻ കൊന്നില്ലെങ്കിലും എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം നഷ്ടമുണ്ടാകുന്നത് കൊണ്ട് ഞാൻ അനങ്ങുന്നതിന് മുമ്പ് തന്നെ അവനെ കൊന്നിരിക്കും. എൻ്റെ കണ്ണ് ചലിക്കണ്ട, എൻ്റെ മൂക്ക് വേർക്കണ്ട, ഞാൻ വിഷമിക്കണ്ട, കാരണം നിങ്ങൾ എൻ്റെ ആളുകളാണ്. ഇതിൻ്റെ വൈകല്യമാണ്. എത്ര സംവത്സരങ്ങൾക്ക് മുമ്പാണ് ഈ സാധനം എഴുതിയത്? ആധുനിക ആധ്യാത്മികതയുടെ ഈറ്റില്ലങ്ങളിൽ നിന്ന് എത്ര തലയോടുകളാണ് പൊന്തിയത്? ഇനി എത്ര പൊന്തും? അതുകൊണ്ട് ഇത് നിസ്സാരവൽക്കരിക്കരുത്. ശാസ്ത്രം നിസ്സാര സത്യമല്ല. വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. എന്താ നിങ്ങളുടെ നിശബ്ദത? മുമ്പില്ലാത്തത് ശ്വാസം വിടുന്നത് തന്നെ പേടിച്ചു വിടുന്നത്. ഇത്രയും പേടിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ശ്വാസം വിടുന്നത് തന്നെ ഭയപ്പെട്ട് വിടുന്ന പോലെ. ഞാൻ പറഞ്ഞത് സത്യമാണോ? അതോ നുണയാണോ? നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അതാണ് സംഭവിക്കുക. കൂടെ ആളുകളെ കൂട്ടുമ്പോൾ ആദ്യം ആലോചിക്കണം, ഇത് നഷ്ടപ്പെടുമോ? വാസനയുണ്ടോ? അത് തീർന്നിട്ട് മതി, തിരക്കൊന്നുമില്ല, ഇനിയും ജന്മമുണ്ടല്ലോ. എന്തിനാ നേരത്തെ കയറി ചാടി കയറുന്നത്? ക്രമമായി പോയാൽ പോരെ? ചാടി കാലൊടിയണോ? ഓരോ നടയും പതുക്കെ കാല് വെച്ച് കയറിയാൽ പോരെ? എല്ലാ നടയുടെയും മുകളിലേക്ക് എത്താൻ കമ്പ് കുത്തിച്ചാടണോ? കമ്പൊടിഞ്ഞ് നെഞ്ചിലും കയറണോ? മനസ്സിലായില്ല. നിങ്ങളൊക്കെ പോൾ വോൾട്ട് നടത്താനാണ് എത്തുന്നത്. മനസ്സിലായില്ല. ചിലപ്പോൾ ഈ കുത്തി പൊങ്ങുന്ന കമ്പ് ചിലപ്പോൾ അങ്ങ് ഒടിയും, അത് നെഞ്ചിലോട്ട് കയറും, പിന്നെ വലിയ വിഷമാവും. മിക്കവാറും എല്ലാ പോൾ വോൾട്ടിലും, ഈ ആത്മീയ പോൾ വോൾട്ടുകളിലെല്ലാം നെഞ്ചിൽ കമ്പ് കയറാറുണ്ട്. അതുകൊണ്ട് വല്ല ഒളിമ്പിക്സിലുമൊക്കെ പോൾ വോൾട്ട് നടത്തുന്നത് കൊള്ളാം. ആത്മീയ പോൾ വോൾട്ട് നിർത്തുകയാണ് നല്ലത്. കാരണം പോൾ അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് ക്രമമായി പോകുന്നതാണ് നല്ലത്. ഇത് വളരെ നന്നായി ഭഗവാൻ അറിയാം. കാരണം വെച്ചാൽ ഇവൻ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങളെ ഇങ്ങ് പിടിക്കും, എന്നിട്ട് മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങും. ആ മനസ്സാണ് അപകടകാരി. കർമാന്ദ്രിയങ്ങളാൽ കർമ്മം, കർത്തവ്യകർമ്മം നിർമ്മായം ചെയ്യുന്നതായാൽ കുഴപ്പമില്ല. അതുകൊണ്ട് അർജുനൻ അതിനാണ് യോഗ്യനെന്നറിഞ്ഞ് സാഖ്യമാതൃകയുടെ രണ്ട് നിഷ്ഠകളിലൊന്ന്, 3-ാം അധ്യായത്തിൽ അത് പ്രകടമായി പറഞ്ഞു. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ. ഇത് പണ്ടേ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്, അത് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ്. പുരാപ്രോക്തമയാനഘ. പണ്ട് സവിതാവിന് ഞാൻ ആദ്യം ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പുത്രനായ
മനുവിന് ഉപദേശിച്ചു കൊടുത്തു. മനുവാണ് പ്രസിദ്ധമായ ഈ സിദ്ധാന്തങ്ങളെ ധർമ്മത്തിലൊതുക്കി സ്മൃതിരൂപമായി പ്രഘോഷണം ചെയ്തത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇത് പരമ്പരയാ നിലനിന്നു പോന്നതാണ്. പക്ഷേ ഈ വംശത്തിലെ ദുർബലന്മാർ നിൻ്റെ പിതാക്കന്മാരും പിതാമഹന്മാരുമായപ്പോൾ ഈ ദുർബലന്മാരെ പ്രാപിച്ചാണ് ഈ യോഗം നഷ്ടമായത്. ഭാഗ്യമുള്ളതുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ ഞാനും നീയുമായി പണ്ട് ഏത് വിവസ്വാന് ഞാൻ ഉപദേശിച്ചു കൊടുത്തുവോ അതേ സത്യം ഉപദേശിക്കുവാൻ, നിനക്കുപദേശിക്കുവാൻ അതേ ഞാനാണ് വന്നിരിക്കുന്നത്. പരമ്പരയിൽ ഇതൊരിക്കലും നഷ്ടമാവില്ല. അതുകൊണ്ട് ഞാനിതാ നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്തെ രണ്ട് നിഷ്ഠകളുണ്ട്, ദ്വിവിധാനിഷ്ഠ. ഒന്ന് ജ്ഞാനയോഗവും ഒന്ന് കർമ്മയോഗവും. സാഖ്യന്മാരായവർക്ക് ജ്ഞാനയോഗവും യോഗികളായവർക്ക് കർമ്മയോഗവും. കർമ്മത്യാഗം പൂർവകാലത്ത് പൂർവജന്മജന്മാന്തരങ്ങളിൽ സാഖ്യമായിരിക്കുന്ന ഈ അറിവ് ഈ ജന്മത്തിൽ കിട്ടാൻ പാകത്തിന് കർമ്മയോഗത്തെ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അന്ധഃകരണം ശുദ്ധമായി അവൻ ജനിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രേഷ്ഠം കർമ്മയോഗമാണ്. കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മത്യാഗവും കർമാനുഷ്ഠാനവും രണ്ടും മോക്ഷത്തിന് സാധനമാണ്. കർമ്മം ചെയ്തോ ചെയ്യാതിരുന്നോ ഇതല്ല. കർമ്മത്തിൽ നിന്ന് ഓടിപ്പോവാം, പക്ഷെ വളരെ ക്ലിഷ്ടമാണ് രക്ഷപ്പെടാൻ. കാരണം കർമ്മം കൂടെ വരും. ഇവിടെ ഒക്കെ വിട്ട് വനത്തിപ്പോം. ഭർതൃഹരി അങ്ങനെ പോയതാണ്, ശിഖിധ്വജൻ പോയതാണ്. മിണ്ടാതെ പോയവനാണ് ശിഖിധ്വജൻ. മടുത്തു ഈ കുണ്ടാമാണ്ടിയൊക്കെ. നിങ്ങൾ ഗൃഹസ്ഥന്മാരോട് ചിലപ്പോൾ ഞങ്ങൾ സ്വാമിമാരൊക്കെ പറയും, ഇത് മടുക്കുകയില്ലേ ഈ ജീവിതം, അതുകൊണ്ട് ഇതൊക്കെ വിട്ടേച്ചെങ്കിൽ പോരെ. നിങ്ങളതെല്ലാം കൂടെ കൊണ്ടുവരും. നിങ്ങളിങ്ങി പോരാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളാ കൊണ്ടിരുന്നതൊക്കെ ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കും. മനസ്സിലായില്ല? ഞങ്ങൾ അങ്ങോട്ട് ഉപദേശിക്കുന്നതിന് പകരം കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഗാർഹസ്ഥ്യത്തിലിരുന്ന് അനുഭവിച്ചിട്ടുള്ളതായ സുഖങ്ങളും ദുഃഖങ്ങളും മുഴുവൻ ഇങ്ങനെ പെരുപ്പിച്ച് പറയുമ്പോൾ ആശ്രമവാടിയിൽ ഗൃഹസ്ഥധർമ്മം മെല്ലെ തുടങ്ങും. കാരണം ഇതാ നിത്യവും രാവിലെ ഉരുക്കഴിക്കുന്നത്. എല്ലാ ദിവസവും ഇത് ആവർത്തിക്കും. കാരണം ഈ തീർത്ഥാടനത്തിന് പോകുന്ന പെണ്ണുങ്ങളെ പോലെയാണ്. അവർ തീർത്ഥാടനത്തിന് കയറുമ്പോൾ മുതൽ വർത്തമാനം പറയാൻ തുടങ്ങും. ഒരേ കാര്യമാണ് പറയുന്നത്. ഒരു ടേപ്പ് വെച്ചാൽ ഇത് വളരെ രസമാണ്. തിങ്കളാഴ്ച രാവിലെ തീർത്ഥാടനത്തിന് പോകാൻ കയറി. 18 ദിവസത്തെ തീർത്ഥാടനമാണ്. ബദരി കേദാർനാഥ് എല്ലാം കറങ്ങി വരാനായിട്ട് രാവിലെ മുതൽ സംസാരിക്കുകയാണ്, നിർത്തില്ലാതെ സംസാരിക്കുകയാണ്. ഈ ടേപ്പ് പിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായില്ല? അടുത്ത റൗണ്ട് ഇങ്ങനെ രണ്ടാമത്തെ റെപ്പറ്റീഷനിൽ ആദ്യത്തതിൽ വിട്ടുപോയ ചില കാര്യങ്ങളും കൂടെ അഡീഷണലായി ഉണ്ടാവും. അത്രേ വ്യത്യാസം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 18 ദിവസവും നടക്കും. പോയത് ബദരിയും കേദാർനാഥവും. ബദരീശനെയും കണ്ടിട്ടുണ്ടാവില്ല, കേദാരേശ്വരനെയും കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ചടങ്ങ് പോലെ കുളിയും ബഹളവും ഒക്കെ നടക്കും. അത് വീട്ടിൽ കുളിച്ച പോലൊക്കെ തന്നെയാണ് കുളിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തണുപ്പാണ്, ചൂടുവെള്ളം വേണം. ബദരിയിലെ വെള്ളം കുളിക്കാൻ മേലാത്തതുകൊണ്ടാണ് ചൂട്. എന്നാൽ പിന്നെ വീട്ടിൽ ചൂടാക്കി കുളിച്ചാൽ പോലെ. ശരിയല്ല? അയ്യോ, വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല, ഐസായി പോവും. ഇവിടുന്ന് കഷ്ടപ്പെട്ട് ചെന്നിട്ടാണ് വെള്ളം ചൂടാക്കി ഒരു കുളിയൊക്കെ കുളിച്ച് അവിടെ ചെന്നപ്പോഴും ഒരു പിടി ചോറ് എവിടെയെങ്കിലും കിട്ടുമോ? 2 ദിവസമായി. ഓർക്കാൻ പറ്റുകയല്ല ഈ ഉണക്ക ചപ്പാത്തി.
എങ്ങനെ ഇത് നിന്ന് ഈ കഴുതകൾ ഇവിടെ ജീവിക്കും? അപ്പോൾ കൊണ്ടുപോയ സ്വാമിയോട് ഇന്ന് ചോദിക്കും, ഒറ്റപിടി ചോറ് ഇവിടെ കിട്ടുമോ? അടുത്ത തവണ സ്വാമി ടൂറ് ശരിയാക്കുമ്പോഴേക്ക് ഇവിടുന്ന് ചോറും കറിക്കുമുള്ള പാത്രങ്ങളും ഗ്യാസും ഒക്കെ എടുത്തുണ്ട്. അവിടെ ചെല്ലുമ്പോഴും ഇതെല്ലാം വേണം. അത് പുണ്യസ്ഥലവുമാണ്. പുണ്യസ്ഥലത്തെ സാധനങ്ങളൊന്നും പുണ്യമല്ല. നമ്മുടെ ഇവിടുത്തെ സാധനമാണ് പുണ്യമുള്ളത്. എന്നാൽ പിന്നെ ഇവിടെ കിടന്നാൽ പോരായിരുന്നോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഇത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരുമ്പോഴും ഈ കഥകളൊക്കെ ഇതുപോലെ പറയും. അവസാനം രാത്രിയിൽ ഈ വണ്ടി കൊണ്ടുവന്ന് പോകുന്ന വഴിക്കുള്ളവരുടെ എല്ലാം വീട്ടുവാതൊക്കെ നിർത്തും വണ്ടി. അങ്ങനെ എഗ്രിമെൻറ്റ്. വീട്ടിൽ തന്നെ വിടും. വെളുപ്പിനെ 12 മണിക്കാണ് അവിടെ കൊണ്ടുവന്ന് വിടും. അവിടെ ഇറങ്ങി ഒരാൾ നിന്നുകൊണ്ട് അയാളെ യാത്രയാക്കാൻ 2 പേരും കൂടെ ഇറങ്ങി നിന്ന് കഥ പിന്നെയും തുടരും. അപ്പോൾ ഇതൊക്കെ നേരെ ആശ്രമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കഥകളിങ്ങനെ പറയും. കേൾക്കാൻ നല്ല ഇമ്പമുള്ള കഥ, വളരെ ഇമ്പമായി പറയും. അവിടുത്തെ ചർച്ചകളും സ്വാധ്യായങ്ങളും പ്രവചനങ്ങളും ഒക്കെ നിൽക്കും. ഈ കഥയ്ക്കൊക്കെ ഇഷ്ടമുണ്ടാവും. പതുക്കെ പതുക്കെ കഥാകാരന്മാരായ ആചാര്യന്മാർ മെല്ലെ ഇത്തരം കഥകളിൽ ആകൃഷ്ടരായിത്തീരും. ആകൃഷ്ടരായിത്തീരുമ്പോൾ മുരാരിയുടെ കഥയിൽ താല്പര്യമില്ലാതാവും. ഇതിലൊക്കെ കൂടിയ കഥയാ പുള്ളിയുടെ കഥ. മനസ്സിലായില്ല? അങ്ങനെയാണിത് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അന്ധകരണം വിശുദ്ധമായിരിക്കണം. അന്ധകരണത്തിൻ്റെ വിശുദ്ധിയിലാണിതിരിക്കുന്നത്. അപ്പം കർമ്മസന്യാസവും കർമ്മ അനുഷ്ഠാനവും രണ്ടും മോക്ഷത്തിന് കാരണമാണെങ്കിലും കർമാനുഷ്ഠാനം, കർമ്മയോഗാനുഷ്ഠാനം കർമ്മസന്യാസത്തെക്കാൾ ഉത്തമം തന്നെയാണ്. അതിന് പതിക്കാനുള്ള സാധ്യത കുറവാണ്. പതനസാധ്യതയെ വെച്ച് നോക്കുമ്പോഴാണ് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം ഉത്തമമാകും. ശിഖിധ്വജനും പോയതങ്ങനെയാണ്. ഒരു ദിവസം മടുത്തു ഇതൊക്കെ. ആളുകളിങ്ങനെ പറയും, ഇത് മടുക്കുകയില്ലേ? ഇതെല്ലാം തന്നെത്താൻ അറ്റുപോകുന്നവരെ മടുക്കരുത്, നിന്ന് പയറ്റണം. ആരെയെങ്കിലും കണ്ടതിൻ്റെ പേരിൽ ഉടനെയൊന്നും വീട് വിടരുത്. വീട് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മാത്രമേ വിടാവൂ. പക്ഷെ നിങ്ങളിൽ പലരും വീട് വിട്ടാലും വിടൂല. ഒരു വസ്തു നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പാടില്ല, വടുവില്ല. നമ്മളതിനെ വിടിയിക്കാൻ ശ്രമിക്കുമ്പോൾ വടുവുണ്ട്. ഓർമ്മകളിൽ അത് കിടക്കും. കർമ്മത്തിൽ നിന്ന് വിടുവിക്കുക, വാക്കിൽ നിന്ന് വിടുവിക്കുക. വാക്കിലുണ്ടോ നോക്കണം. ജനിച്ച മണ്ണും ജനിപ്പിച്ച ആളുകളും ജനിച്ച സങ്കേതങ്ങളും ജനിച്ചപ്പോഴുള്ള കാര്യങ്ങളും മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ വിടാറായിട്ടില്ല. മനസ്സിലേ ഇല്ല, വിടാം. അഭിനയിച്ചാൽ പോരാ. അതിൻ്റെ ഓർമ്മകളൊന്നും തന്നെ അലട്ടുന്നില്ല. അതുണ്ടെങ്കിൽ താരതമ്യം മനസ്സിലുണ്ടാവും. സന്യാസത്തിൻ്റെ ആദ്യത്തെ പടിയാണ് അന്ധകരണ വിശുദ്ധിക്ക്. ഏറ്റവും ആദ്യത്തെ പടിയാണ് ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വിവാഹം. ആധുനികമല്ല, പൗരാണികം. വിവാഹം കഴിക്കുമ്പോൾ ഒരു പുതിയ ചർച്ചയാണുണ്ടാകുന്നത്. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്നോ ഒരു ആൺകുട്ടി ഒരു വീട്ടിൽ നിന്നോ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ഇല്ലാണ്. അവിടുത്തെ ആളുകൾ തൻ്റെ വേണ്ടപ്പെട്ടവരാകുക, ആ അന്തരീക്ഷം തൻ്റേതാകുക എന്ന് പറഞ്ഞാൽ മറ്റത് പൂർണ്ണമായി മറന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവിടുത്തെ കൂട്ടാനും അവിടുത്തെ ചോറും അവിടുത്തെ കറിയും അവിടുത്തെ അച്ഛനും അവിടുത്തെ അമ്മയും അവരുടെ പെരുമാറ്റ വിശേഷങ്ങളും കൊണ്ടാണ് വന്ന് കയറുന്നതെങ്കിൽ ഒരിക്കൽ പോലും ശാന്തി ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ വീട്,
എൻ്റെ വീട്ടുകാർ. നിങ്ങളുടേത് അങ്ങനെയാണോ? അപ്പോൾ ഇവനും പറയും, നിൻ്റെ ഗുണാരമൊന്നും പറയണ്ട, എനിക്കറിയാം അവരെക്കുറിച്ച് എന്ന് ഇവനും പറയും. ഒടുവിൽ സ്വസ്ഥത ഉണ്ടാവില്ല, അതിൽ നിന്ന് നല്ല സന്താനങ്ങളും ഉണ്ടാവില്ല. മറിച്ച് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇത് വിടുമെങ്കിൽ മാത്രം നല്ലപോലെ ആലോചിച്ചിട്ട്, വിടാൻ പറ്റില്ലെങ്കിൽ വിവാഹം കഴിക്കരുത്, അവിടെ നിന്ന് ആ ബന്ധം തീരട്ടെന്ന് നോക്കണം. അച്ഛനും അമ്മയും വളർത്തുമ്പോഴും ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ സ്വസ്ഥമായി പോയി ഡൈവോഴ്സ് ഇല്ലാതെ ജീവിക്കണമെങ്കിൽ അധികം സ്നേഹിക്കാതെ വളർത്തണം, തല്ലി വളർത്തണം. അവർക്ക് എങ്ങനെയെങ്കിലും ഈ തള്ളയുടെയും തന്തയുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നി വളർത്തണം. അപ്പോൾ ചെല്ലുന്നിടത്ത് അവർ സുഖം കണ്ടെത്തും. മനസ്സിലായില്ല? ഇതിന് തള്ളയ്ക്കും തന്തയ്ക്കും വിവരം ഉണ്ടാകണം. അത് ആധുനിക കാലത്തില്ല. കാരണം ഇത് മിക്കവാറും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇങ്ങ് തിരിച്ചു വരും, വെടിച്ചില്ല് പോലെ. ഈ അമ്പലത്തിൽ വേണ്ടത്ര മരുന്ന് നിരക്കാത്ത, വെടിമരുന്ന് വേണ്ടത്ര നനയ്ക്കാത്ത കതിന പോലെയാണ്. ഇന്ന് ചീറ്റുകയുള്ളൂ, ഇത് പൊങ്ങുകയില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് തിരിച്ചു വരവില്ലാതെ ജീവിക്കണമെങ്കിൽ സ്നേഹം കുറച്ചു കൊടുക്കണം. അതാ പഴയ തള്ളയും തന്തയും തീരുമാനിച്ചത്. ഞങ്ങൾ അയക്കുന്നത് അവിടെ നിൽക്കണം, അവിടെ സുഖം കണ്ടെത്തണം. അവൾക്ക് തോന്നണം, അയ്യോ തിരിച്ച് എന്നാൽ ആ തന്തയുടെ അടുക്കിലേക്ക് വേണ്ട, ഇവിടെ കഴിഞ്ഞോളാം എങ്ങനെയെങ്കിലും. എൻ്റെ തള്ളയേക്കാൾ എത്രയോ ഭേദമാണ് എൻ്റെ അമ്മായിമ്മ, എന്തുമാത്രം സഹിക്കാം, അതിന് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് 50 കൊല്ലത്തെ ദാമ്പത്യം വിജയകരമായി ജീവിച്ച് മര്യാദയ്ക്ക് അവിടെ നാട്ടുകാരെ നാറ്റിക്കാതെ, പത്രങ്ങളിൽ എഴുതിക്കാതെ സുഖമായിരിക്കും. വനിതാ കമ്മീഷന് കാശുണ്ടാക്കാൻ പറ്റാതെ, കോടതിയിൽ വക്കീൽ കയറ്റി നിർത്തി തമ്മാടിത്തരവും തെറിയും ചോദിക്കാതെ. ആം ഐ റൈറ്റ്? ചോദിക്കുന്നത് മുഴുവൻ തെറിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇസ് ഇറ്റ് ട്രൂ? അതോ കൊച്ചു പിള്ളേരെയും മറ്റും കയറ്റി നിർത്തിയിട്ടാണ് ചില ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യമൊന്നുമില്ലാതെ മര്യാദയ്ക്ക് കുടുംബജീവിതവും സ്വസ്ഥ ജീവിതവും നയിക്കണമെങ്കിൽ തള്ളയും തന്തയും പിള്ളേരെ സ്നേഹിക്കാതെ വളർത്തണം, കർത്തവ്യ കർമ്മത്തിന് പ്രാപ്തമാക്കി വളർത്തണം. അങ്ങനെ വളർത്തിയാൽ ഇതെവിടെ പോയാലും വിജയിക്കും. ഇത് തലയെ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയാൽ അവിടെ ചെല്ലുമ്പോൾ ഇച്ഛ തെറ്റിയാൽ ഇങ്ങ് വരും. കാരണം ലാട്രിനിൽ കയറുമ്പോൾ ഓൺ ചെയ്ത സ്വിച്ചും, കിടക്കാൻ നേരത്ത് ഓൺ ചെയ്ത ഫാനിൻ്റെ സ്വിച്ചും, മറ്റതും അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ച ഗ്യാസും ഒക്കെ തള്ളയും തന്തയും പുറകെ പോയി ഓഫ് ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ സഹിക്കില്ല അവർക്ക്. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ഇതിൽ ഈ ക്വാർട്ടേഴ്സിലൊക്കെ ജീവിച്ചാണ് ഇതിനേക്കാൾ കഷ്ടമാണ്. കാരണം അവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാശാണ് പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഓൺ ചെയ്തിടും. അവസാനം ഇത് അവിടെ ചെല്ലുമ്പോഴേക്ക് ഇതുപോലെ ഓൺ ചെയ്തിടും. അത് ഗതികേടിന് അവിടെ ചെറുക്കൻ്റെ തന്ത ഒരു പട്ടാളക്കാരനും കൂടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണം. അയാൾ വർത്തമാനമൊന്നും പറയില്ല, അയാൾക്ക് അച്ചടക്കം ഉള്ളതുകൊണ്ട് പുറകെ നടന്ന് ഓഫ് ചെയ്യും, അത്രയേ ഉള്ളൂ. അയാൾ വർത്തമാനം പറയില്ല. അയാളെ തെറി വിളിക്കും. അയാൾ അതിനും മിണ്ടൂല. അയാൾക്ക് മനസ്സിലാവും, കാരണം ഇതിൻ്റെ ഇടത്തുനിന്ന് വന്നതാണ്, വിവരമുള്ളതുകൊണ്ട് മനസ്സിലാവും. പക്ഷേ ചെക്കൻ സമ്മതിക്കില്ല, തന്തയെ തെറി വിളിച്ചതാണ്, കൊണ്ടുവന്ന് വെടിച്ചില്ല പോലെ ഇങ്ങനെ വിടും. അപ്പോഴാണ് വേറെ ഒരെണ്ണം നല്ല ആലോചന ഇതിലും കൂടി തോന്നും, അതിൻ്റെ കൂടെ വിടാമെന്ന് തീരുമാനിച്ചു വിട്ടു. 2 ആഴ്ച കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങനെ വരും. അത് ഈ TDM ഹാളിൽ പോയി നിന്നാൽ അറിയാം. 5ാമത്തെയും 6ാമത്തെയും ഡൈവോഴ്സ് കഴിഞ്ഞ വിവാഹങ്ങളുണ്ട്. ആം ഐ റൈറ്റ്? കൂടിയവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. കാരണം സുഹൃത്തുക്കളായി പോയി. 5ാമത്തെ വിവാഹമാണ് കൂടുന്നത്. ഇതും ഇങ്ങി വരും. എന്നാലും പഠിക്കൂല. ആം ഐ റൈറ്റ്? അനുഭവമുള്ള ഒരാളെങ്കിലും ബൈക്കിൽ ഒരാൾ കൈവക്കി, എനിക്ക് അനുഭവമുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ നുണയൊന്നും പറഞ്ഞതല്ല. ഞാൻ ഈ ഇടയ്ക്ക് TDM ഹാളിൻ്റെ മുമ്പിൽ പോയി, കല്യാണ ഊണ് വളരെ നല്ലതായതുകൊണ്ട് ഇടയ്ക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത് റെപ്പറ്റീഷൻ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ് പറ്റിയതെന്ന്. നിങ്ങളങ്ങനെയൊന്നും പോകില്ലാത്തവരായുണ്ട്. എനിക്ക് ഈ അഭിമാനമില്ലാത്തതുകൊണ്ട്, അഭിമാനം പോകുമ്പോഴാണല്ലോ സന്യാസം ഉണ്ടാകുന്നത്. അതിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഏറ്റവും അഭിമാനം കുന്തിച്ചിരിക്കുന്നതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ല,
അത് പൗരോഹിത്യമാണ്. ഇത് ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഭിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ലോകത്ത് എവിടെയെങ്കിലും ഊണ് കിട്ടുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ നമ്പൂരാരും എല്ലാ സന്യാസിയും ഉണ്ടാവുമെന്നാണ് പഴയ കണക്ക്. ഇപ്പം സ്വാമിമാർക്കൊക്കെ കുറച്ച് അഭിമാനം വന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ പെടുന്നത് കൊണ്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. ലോകത്ത് എവിടെ ചെന്നാലും കാണാം. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ വിടുമ്പോൾ ആദ്യം ആലോചിക്കണം, ഇതെന്തിനാണ് ഇതിനെ വളർത്തുന്നത്. മക്കളെ വളർത്തുമ്പോൾ അതിൽ പെൺകുട്ടികളെ പ്രത്യേകിച്ച് അയക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആൺകുട്ടിയെ അയക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അധികം സ്നേഹിക്കരുത്. വീട്ടിൽ നിർത്താവുന്നതിനെ മാത്രമേ സ്നേഹിക്കാവൂ. അല്ലാത്തതിനെ പുറത്തു വിടാനുള്ളതിനെ അധികം സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ചെന്ന് ഒരിക്കലും യോജിക്കില്ല. ഇത്രയും വിവരമെങ്കിലും ആധുനിക വിദ്യാഭ്യാസം തന്നിരുന്നെങ്കിൽ അതിനെ അല്പം പ്രശംസിക്കായിരുന്നു. തന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഇത് നല്ലതാണെന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയും? പറഞ്ഞു പോയാൽ ഞാൻ എത്ര ചാണകവെള്ളം കൊണ്ട് ഇത് ശുദ്ധമാക്കണം? അതാണ് ഇതിൻ്റെ ഗതി. അപ്പോൾ ഇതുകൊണ്ട് കർമ്മവും കർമ്മയോഗവും വരുമ്പോഴും ഈ പ്രശ്നം വരും. ബന്ധം അറ്റുപോകണം. ബന്ധമില്ലാതെ കർമ്മത്തെ അനുഷ്ഠിക്കുക, അതും പല തലങ്ങളിലുണ്ട്. അതറിയാത്തത് കൊണ്ടാണ് ശിഖിധ്വജൻ അബദ്ധം പറ്റിയത്. ശിഖിധ്വജന് മാത്രമൊന്നുമല്ല അബദ്ധം പറ്റിയത്, അതിലൊക്കെ മിടുക്കനായൊരുത്തനുണ്ട്. മിടുക്കൻ സൗഭരി എന്നാണ് കക്ഷിയുടെ പേര്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഭാഗവതത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നയാളാണ് സൗഭരി വൃത്താന്തം. അദ്ദേഹം ഗംഭീരനായി തപസ് ചെയ്തതാണ്. എല്ലും അതിൻ്റെ പുറത്ത് തോലും മാത്രമേ ഉള്ളൂ, മാംസമൊക്കെ പോയി. ഇത്രയും തപസ് ആരും ചെയ്തിട്ടില്ല. ഇപ്പം ഏതെങ്കിലും വീട്ടിൽ തീ പിടിപ്പിക്കണമെങ്കിൽ ഒരു കമ്പ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുറച്ചാൽ മതി, അപ്പം തീ എത്തും. അത്ര തപമായി, അത്രയും തപിച്ചാൽ നിൽക്കുന്നത്. പക്ഷെ ഇത്രയും കാലം കൊണ്ട് തപസ് ചെയ്തിട്ട് ഒന്ന് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് രണ്ട് മീൻ തമ്മിൽ ബന്ധപ്പെടുന്നത് കണ്ടത്. തലച്ചോറിൽ കത്തി, മസ്തുളങ്കത്തിൽ കത്തി. ഈ കാമന ഉള്ളിലുണ്ടായാൽ ബോധം മറയും. പ്രത്യേകിച്ച് സ്ത്രീകാമം പുരുഷനിലോ പുരുഷകാമം സ്ത്രീയിലോ വന്നാൽ എല്ലാ വിവേകവും പോകും, സ്ഥാനമാനങ്ങളൊക്കെ മറക്കും. ഇതറിയാതെ ഈ നിങ്ങളുടെ പത്രങ്ങളും നിങ്ങളുമൊക്കെ ആരെങ്കിലും ആക്ഷേപിക്കുന്നത്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിച്ചാലും കിട്ടില്ല. അതുകൊണ്ട് അത് ഉണ്ടാകില്ലാത്ത ഒരറിവിലെത്തണമെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. ഇതങ്ങ് തലയ്ക്ക് പിടിച്ചതും ഓടി നേരെ കയറിയത് സാധാരണക്കാരുടെ അടുക്കലേക്കൊന്നുമല്ല, മാന്ധാതാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോയത്. സാധാരണക്കാരനാണെങ്കിൽ ഉടനെ എവിടെയെങ്കിലും 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ സാധിക്കുന്നിടത്ത് എവിടെയെങ്കിലും പോവുക ചെയ്യുക. ഇയാളതൊന്നുമല്ല ഇത്. ഇയാൾ നേരെ കയറി നേരെ മാന്ധാതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എന്ന് രാജാവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു, മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം. ആർക്ക്? ഈ എല്ലും തോലുമായി. കണ്ടാൽ എങ്ങനെ ഇരിക്കും? എല്ലും തോലുമൊക്കെ ആയിട്ട് തപസ് ചെയ്ത് ഒരുമാതിരി കറുത്ത് കരിക്കട്ട പോലെ പിശാച് ചപ്പിയ പോലെ ഇരിക്കുന്ന ഈ മനുഷ്യൻ്റെ കൂടെ സുന്ദരിയായ തൻ്റെ മകളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? സഹിക്കുമോ? രാജാവുക ഉടനെ തന്നെ സൈനിക നേതാവിനെ വിളിച്ചിട്ട്, സർവ്വസൈന്യാധിപനെ വിളിച്ച് ഇവൻ്റെ ശിരസ് ഛേദിച്ച് കളയാൻ പറയാൻ തോന്നും. പക്ഷേ മാന്ധാതാവിൻ്റെ കാലത്ത് ഈ തപസ് ഒരിച്ചിരി പേടിയുള്ള സാധനമാണ്. തൻ്റെ കൊട്ടാരത്തിന് ഹാനി വരാതെ വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് രാജാവിന് വിവരമുണ്ട്. ശാപമൊന്നും മേടിച്ചു വെക്കുകയില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ടികളെ പോലല്ല. മാന്ധാതാവ് നേരെ അനുനയിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭിക്ഷയൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാധാരണ ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് സ്വയംവരമാണ്, സ്വയംവരത്തിൽ ഞാൻ അസ്വതന്ത്രനാണ്, കന്യകയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല, മാന്ധാതാവിനെ നേരിടാൻ നിവർത്തിയില്ല, അതുകൊണ്ട് സ്വയംവരത്തിൽ വന്നിരുന്നോളാൻ പറഞ്ഞു.
ഈ എല്ലും തോലുമായിട്ട് വന്നിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ് രാജാവ് വിചാരിച്ച്. പക്ഷേ ഇവൻ അങ്ങോട്ട് മാറി തൻ്റെ ഇത്രയും കാലത്തെ തപസ്സൊന്ന് ചിലവാക്കിയപ്പോഴേക്ക് ലോകത്ത് ഇന്നോളം ഇല്ലാത്ത സുന്ദരനായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും കാലത്തെ തപസ് മോക്ഷത്തിന് ചിലവഴിച്ചില്ല. ഈ വാസന അവിടെ കിടന്നതുകൊണ്ട് അത് മുഴുവൻ ചിലവഴിച്ചത് ഒരു ചെറിയ ക്ഷുദ്രമായൊരു സംഭോഗത്തിനാണ്. വേറെ ഒന്നും ഇതിൽ നേടാനില്ല. ആകെ ഇതിൻ്റെ കഷ്ടപ്പാടോ ഇനി എന്തെല്ലാമാണ്. ഇപ്പോൾ ഒരുമാതിരി സുഖമാണ്, എല്ലും തോലുവേ ഉള്ളെങ്കിലും. പക്ഷേ ഇതങ്ങ് മാറിയിട്ട് ഇവനങ്ങ് ഗംഭീരനായി വന്ന് സ്വയംവര മണ്ഡപത്തിലിരുന്നു. മാന്ധാതാവിൻ്റെ പിള്ളേരെല്ലാവരും അങ്ങ് മാലയിട്ടു. ഒരുത്തിയല്ല, ഇത്രയും കൂടിയവനെ കാണുമ്പോൾ ചേച്ചി അനിയത്തിയും ഒക്കെ തീരുമാനിച്ചു ഇതിനേക്കാൾ സൗഭാഗ്യം വേറെ ഇല്ല, ഇവന് തന്നെ ഇരിക്കട്ടെ. കുറേ കാലം ഇങ്ങനെ ജീവിച്ചു. അതിനിടയ്ക്ക് ഈ പണ്ട് കേട്ട ശ്രവണം, ഈ വാസനയല്ല, ഇവരുടെ കൂടെ ജീവിച്ച് ഈ പന്നിക്കൂട്ടത്തിൽ ജീവിക്കുന്ന പോലെ, മനസ്സിലായില്ല? അങ്ങനെയല്ലേ എന്ന് പറയണ്ടേ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയൊന്നുമില്ലെങ്കിലും ഈ പന്നിക്കൂട്ടത്തിൽ ജീവിക്കുന്ന പോലെ കുറേ പന്നികളുടെ തലവനും ഒക്കെ ആയിട്ട് തല ഉയർത്തി പിടിച്ചൊക്കെ നടന്നു കഴിഞ്ഞ് മടുത്ത ഒരു ദിവസം ഈ പഴയ ശ്രവണം എവിടുന്നോ കയറി വന്നു. അപ്പോൾ പുള്ളി ഓർത്തു, വാരിചരപ്രസംഗാത് പ്രത്യാവിധം ബ്രഹ്മഘൃതം ചെയ്ത്. എങ്ങനെയാണ് എനിക്ക് ആ ബ്രഹ്മം നഷ്ടമായത്? ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് ച്യുതനായത്? മെല്ലെ ആലോചിച്ചു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, വാരിചരപ്രസംഗാത്. പക്ഷെ അവിടെയല്ല കുഴപ്പം കിടക്കുന്നത്. വാരിചരപ്രസംഗമല്ല കാരണം, അതിന് കാരണമായ വാസനയാണ് കാരണം. മനസ്സിലായി? മഹർഷിയായിരുന്നിട്ട് പോലും അദ്ദേഹം അത് മത്സ്യങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. പറഞ്ഞാൽ മനസ്സിലായില്ല. മത്സ്യമല്ല കുഴപ്പമുണ്ടാക്കിയത്, കാണാതിരുന്നത് കൊണ്ടും കാര്യമില്ല, വേറെ എന്തെങ്കിലും കണ്ടാൽ മതി. അപ്പം അതുകൊണ്ട് ഇതൊന്നും കണ്ടാൽ ഇളകാതാകണമെങ്കിൽ, ഇനി വന്ന് മേത്ത് കയറി പോവുകയാണെങ്കിൽ പൊക്കോട്ടെന്ന് വെക്കണമെങ്കിൽ, മനസ്സിലായില്ല, നല്ല ഈടുവെപ്പ് വേണം. അത്ര ഈടുവെപ്പുണ്ടാകുക എന്നുള്ളതാണ് ആത്മവിദ്യയുടെ പൊരുൾ. അതിന് അന്ധക്കരണം വിശുദ്ധമാകണം. അതുകൊണ്ട് ഈ അധ്യായം ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ് ഗീതയിലെ. ഞാൻ ഓരോ അധ്യായം പറയുമ്പോഴും ഇങ്ങനെ പറഞ്ഞു എന്ന് ആക്ഷേപിക്കരുത്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ 5-ാമത്തെ. കാരണം ഇതിന് തുല്യം വേറെയില്ല. കാരണം ഇതിലാണ് അന്ധക്കരണ വിശുദ്ധിയുടെ എല്ലാ അംശങ്ങളും. വിശുദ്ധാന്തക്കരണനാകാതെ ഈ വഴിക്ക് കിടക്കാൻ പറ്റൂല. ഇത് വളരെ എളുപ്പമാണെന്ന് ഓർക്കും. ഞങ്ങളൊക്കെ ഇത് എളുപ്പമാണെന്ന് പറഞ്ഞ് പരത്തുകയും ചെയ്യും. ഞങ്ങളൊക്കെ ഇത് എളുപ്പമായി കാണുകയും ചെയ്യും. കാരണം 50 പൈസയുടെ ചിലവേ ഉള്ളൂ കാവിപ്പൊടി. ഇപ്പോൾ അതും വേണ്ട, കളറുള്ളത് തന്നെ കിട്ടും. മനസ്സിലായില്ല? മറ്റത് മുക്കണം, മന്ത്രം ജപിക്കണം. ഇപ്പോൾ അതൊന്നും വേണ്ട. ഇനി വളരെ നിർബന്ധമായ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ നല്ല കളറുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു അറ്റം കാവിക്കല്ലൊരച്ചിട്ട് മന്ത്രം ജപിച്ച് മുഖ്യം കഴുകിക്കളഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ വളരെ എളുപ്പമാണ് ഈ സാധനം. പക്ഷെ ഇതുകൊണ്ടൊന്നും ആവില്ല. ഇതിന് ഒരു വാരിചര പ്രസംഗം വന്നാൽ, ഒരു വാരിചര കഥ വന്നാൽ വീഴാതാവണം. അന്ധക്കരണം അതുപോലെ വിശുദ്ധമായി നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ കർമ്മം എങ്ങനെ അനുഷ്ഠിച്ചാലും കുഴപ്പമില്ല. അതിന് 3 വഴികളും ശുദ്ധമാണ്. ഒന്ന്, വിഷയങ്ങളിൽ നിന്ന് അത്യന്തം അകലെ. അതിൻ്റെ ദുര്യോഗമാണ് ശിഖിധ്വജൻ്റെയും സൗഭരിയുടെയും ഒക്കെ കഥ. വിഷയങ്ങളുടെ അടുത്ത്, വിഷയങ്ങൾ അനുഭവിക്കാതെ. ചിലരങ്ങനെയാണ് ഈ സാധന ചെയ്യുന്നത്. ചിലർ ഈ സാധന വേണം തോന്നിയാൽ മതി, വീടും കൂടും ഒക്കെ വെടിഞ്ഞു, പ്രവ്രജനത്തിനൊരുങ്ങി നേരെ സ്ഥലം വിട്ടു. എവിടെയാണെന്നൊന്നും അറിയാത്ത സ്ഥലത്തേക്ക് പോയി. വീട്ടുകാരെ യാതൊരു അന്വേഷണവും. അങ്ങനെ പോയാൽ വളരെ നല്ലതാണ്. ചിലരങ്ങ് വിടും. ആ വിടുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരല്പം തിരിച്ചുവരവിൻ്റെ തോന്നലുണ്ടെങ്കിൽ വിടരുത്. ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ അവിടെ എവിടെയാ വീട്,
അതിൻ്റെ അപ്പുറത്ത് അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വിടരുത്. ചെറിയ ഓർമ്മ തലയിൽ നിലനിൽക്കുമെന്ന് തോന്നിയാൽ വിടരുത്. കാരണം വിട്ടിട്ട് കാര്യമില്ല, ഈ ഓർമ്മ നിങ്ങളെ പിന്തുടരുക മാത്രമല്ല, ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു ഹർഷമുണ്ടാവും, അവിടുത്തെ ആളുകളോടൊരു മമതയുണ്ടാവും. എവിടുന്നാണ് വരുന്നത്? ഇരിക്കുക. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവൻ തീരുമാനിക്കുമോ ഇത് തമ്മിൽ ബന്ധമായി, അതുകൊണ്ടാണ് ഇരുത്തിയത്. ആ ദുഃഖം പോലും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കും. അതുകൊണ്ട് ഊര്, പേര്, ജാതി, നാമാദികളൊന്നും സ്മൃതിയിൽ പോലും നിൽക്കരുത്. അങ്ങനെയുള്ളപ്പോഴേ ഉപേക്ഷിക്കാവൂ. അല്ലാതെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷ ശരിയാവില്ല. രണ്ടാമത്തതാണ്, അവിടെ തന്നെയാണ് കഴിയുന്നത്, തൊട്ടടുക്കൽ ഒരു കുടീചകനായി. ഒന്ന് ശ്രമിച്ചു നോക്കുക. രണ്ടാമത്തത് കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് വെപ്പ്. മനസ്സിലായില്ല? വീടിനടുത്തൊരു ചെറിയ മാടം കെട്ടിയുണ്ടാക്കുക, എന്നിട്ട് അതിൽ താമസിക്കുക. രാവിലെ സ്വാധ്യായം, പ്രവചനം ഒക്കെ ആയിട്ട് നടക്കുക. അപ്പുറത്ത് പിള്ളേർ സുഖമായിട്ട് അവരുടെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുക. വേണ്ട സമയത്ത് അവരൊരു ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടെ വെച്ചേച്ച് പോകും. നമ്മളവിടെ ഇല്ലെങ്കിലും അവിടെ വെച്ചേക്കും. അത് വന്ന് എടുത്ത് കഴിച്ചു, അവിടെ കിടന്നു. അവരുടെ കാര്യത്തിലൊന്നും ഒരേർപ്പാടുമില്ല. പിന്നെ അവർ വന്ന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഭംഗിയായി പറഞ്ഞു കൊടുക്കും. അവരങ്ങനെ ജീവിക്കുന്നതിനൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. കാരണം അവർ കാലത്തിനനുസരിച്ച്, ധർമ്മം മാറുന്നതനുസരിച്ച്, ദേശത്തിനനുസരിച്ച് ധർമ്മം മാറുന്നതനുസരിച്ച്, സമാജത്തിനനുസരിച്ച് ധർമ്മം മാറുന്നതനുസരിച്ച്, ജനനത്തിൻ്റെ പിന്തുടർച്ചയിൽ ധർമ്മം മാറുന്നതനുസരിച്ച് അവർ മാറി വന്നിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞു. അവരങ്ങനെയാണ്, അവരങ്ങനെ ജീവിക്കണം. അവരുടെ സന്തോഷത്തിനാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ജീവിച്ചത്. ഞാനിവിടെയും കഴിഞ്ഞേക്കാം. പിള്ളേർ വന്ന് ആഘോഷത്തിനും അതിനൊക്കെ വിളിക്കും. മക്കളെ, എനിക്ക് അവിടെ വന്നിരിക്കുമ്പോൾ ഞാനൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നിരിക്കുന്ന പോലെ. നിങ്ങൾക്കാകുമ്പോൾ ആ കളിയും ചിരിയും ഒക്കെ ഇഷ്ടമാണ്, കേക്ക് മുറിക്കലും ബഹളവും ഒക്കെ. മനസ്സിലായില്ല? നിങ്ങളാകുമ്പോൾ കേക്ക് മുറിക്കുന്നതും ബാക്കി കാര്യം ചെയ്യുന്നതും ഒക്കെ നല്ല പണിയാണ്. ഞാനാവുമ്പോൾ ഈ കേക്ക് മുറിക്കലൊന്നും എനിക്ക് അത്ര പിടിക്കുകയില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ നീ കേക്ക് മുറിക്കുമ്പോൾ പിറന്നാളുകാരൻ്റെ ചിത്രവും കൂടെ അതേ കാണും, എന്നിട്ട് അതിൻ്റെ നടുക്കൂടെ മുറിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയും കേക്ക് മുറിക്കുമെന്ന് ഇല്ലേ? ഇല്ലേ? അങ്ങനെയും മുറിക്കുമെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഇന്ത്യക്കാരനല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പന്തിൻ്റെ നടുക്കൂടെ മുറിച്ചില്ല മറ്റവൻ. ഇല്ലേ? മാറഡോണ അവൻ മുറിച്ചില്ല പന്ത്. കാരണം അവൻ്റെ അപ്പമാണെന്ന് അവന് നന്നായി അറിയാം. ഇന്ത്യക്കാരന് ഇന്ന് വരെ അറിയില്ല സ്വന്തം അപ്പമാണിതെന്ന് പോലും അറിയില്ല. വിവരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് മുമ്പ് ചോദിച്ചു കൊടുത്തത്. ശരിയല്ല? മാറ്റി വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഗതി. അപ്പോൾ പഠിക്കേണ്ടിടത്തുനിന്ന് പഠിക്കണം, നല്ലത് പഠിക്കണം. അപ്പോൾ പോയി കുടീചകനായി ഒന്ന് താമസിച്ച് നോക്കണം. വലിയ പാടാ. പിള്ളേരത് കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയില്ല, ഇത് കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയില്ല. മറ്റത് പിള്ളേർ അടിച്ച് പൊളിക്കുമ്പോൾ ഇപ്പുറത്തിരുന്നത് അത് കണ്ടാലും കണ്ടില്ലാത്ത പോലെ അവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തോണ്ട്. അതാ മക്കളെ, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു. നിങ്ങളുടെ വാസനയ്ക്ക് നമുക്കെന്താ വേണ്ടത്? നമ്മളെ ഈ വാസനയൊന്നും ബാധിക്കുന്നില്ല എന്ന മട്ടി കുടീചകനായി ഒന്ന് നിന്ന് നോക്കുക. അസ്വസ്ഥത എത്ര ഉണ്ടാവുന്നു? അസ്വസ്ഥതയുണ്ടെങ്കിൽ വേഷം കെട്ടരുത്. അങ്ങനെ അവിടെ നിന്ന് ഇതിൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. കഴിക്കുമ്പോൾ താൻ കഴിക്കാതെ ഇരിക്കുക. തനിക്ക് വേണ്ടാത്തതുകൊണ്ട് കഴിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ല. നിങ്ങൾ നല്ലതൊക്കെ മേടിച്ച് കഴിക്കണം. എന്താ വേണ്ടേ അതൊക്കെ തരാം. അങ്ങനെ മറ്റുള്ളവർ കഴിക്കുന്നതിൽ തൃപ്തനായി താൻ കഴിക്കാതെ ഒന്നിരിക്കണം. ഇത് ഈ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു സ്വാമിയെ പരിചയപ്പെടും.
പിറ്റേ ദിവസം രാവിലെ വെജിറ്റേറിയൻ ആവും. ഇവൻ വെജിറ്റേറിയൻ ആകുന്നതിന് മുമ്പ് നിർബന്ധം ഭാര്യയും പിള്ളേരും അച്ഛനും അമ്മയും അയൽവക്കംകാരും നാട്ടുകാരും വെജിറ്റേറിയനാണ്. നടക്കുന്ന കാര്യമാണ്. ആം ഐ റൈറ്റ്? ലോകം മുഴുവൻ ഇപ്പോൾ വെജിറ്റേറിയൻ ആക്കും, അല്ലെങ്കിൽ ലോകം അടിച്ച് പൊളിക്കുമെന്നാണ്. അങ്ങനെയല്ല ഈ പരിപാടിയാണ്. അവർ വെജിറ്റേറിയൻ ആകരുത്. ഞാനാണെങ്കിൽ ആളുകളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വെജിറ്റേറിയൻ ആകരുത് എന്നാണ്. പിന്നെ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസൊക്കെ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ എനിക്കാ നഷ്ടം, നിങ്ങൾക്കല്ല. ടീച്ചർ നോൺ വെജിറ്റേറിയൻ ആണെന്ന് സങ്കല്പിക്കുക. 2 കാളയും 4 പോത്തിനെയും 30 പന്നിയും 300 കോഴിയും ഒക്കെ തിന്നുന്നിടത്തുനിന്ന് ഒന്ന് വെണ്ടയ്ക്കയും പാവയ്ക്കയും മേടിച്ച് ഈ അളവിൽ തിന്നാൻ തുടങ്ങി ഞാനെന്തോ കഴിക്കും? ശരിയല്ല. നിങ്ങൾ ഈ കേരളത്തിലുള്ള നോൺ വെജിറ്റേറിയൻസ് എല്ലാം കൂടെ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ചമുളക് എനിക്ക് കിട്ടുകയല്ല. അതുകൊണ്ട് ഞാൻ അവരോടൊക്കെ പറയുക, നിങ്ങളൊന്നും വെജിറ്റേറിയൻ ആവരുത്. നിങ്ങളിപ്പോൾ എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുക. കുറേ കഴിഞ്ഞിട്ട് ഇത് നാച്ചുറലായി ആയെങ്കിൽ ആയിക്കോളുക. ക്ലിയറായി? അല്ല പെട്ടെന്ന് ചാടി കയറി സ്വാമി കഴിക്കുന്നത് എന്താ? സ്വാമി കഴിക്കുന്നത് സ്വാമിയുടെ വയറിനാണ്, അതേ ഗ്യാസൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ വയറിനാണ്. സ്വാമി കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചാൽ ഗ്യാസായിരിക്കും ഉണ്ടാകുന്നത്. അവസാനം ഏമ്പക്കം വിട്ട് നശിക്കും. ഇത് ഓരോരുത്തർക്കും പഥ്യമുണ്ട്. ആം ഐ റൈറ്റ്? അത് വാസനയാണ് നിയന്ത്രിക്കുന്നത്. വാസനയ്ക്ക് അനുഗുണമായി വേണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം മനസ്സിനെ. നല്ല പോലെ തയ്യാറെടുത്തിട്ട് വേണം. പറ്റുമോ? മറ്റുള്ളവർ അനുഭവിക്കട്ടെ എന്നോർത്ത് വിഷയങ്ങളുടെ അടുത്ത് വിഷയങ്ങൾ അല്പവും അനുഭവിക്കാതെ ഇരിക്കുക. മെച്ചപ്പെട്ടൊരവസ്ഥയാണ്. മറ്റതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. കൂടിയതൊരെണ്ണമുണ്ട്. എല്ലാ വിഷയങ്ങളും അനുഭവിച്ച് ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് വിശിഷ്ട ബുദ്ധിയിൽ തോന്നി ജീവിക്കുക. എല്ലാം അനുഭവിക്കും. ഒരു നിയമവുമില്ല, നിയന്ത്രണവുമില്ല. പക്ഷെ ഒന്നും ചെന്ന് പിടിക്കുകയില്ല. എന്തനുഭവിച്ചാലും അനുഭവിക്കാത്തവനാണ്. തിന്നിട്ടും തിന്നാത്തവൻ. അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എളുപ്പമാണെന്ന് തോന്നുന്നു. കൃഷ്ണൻ ആ വകുപ്പിൽപ്പെട്ട സാധനമാണ്. അതുകൊണ്ടാണ് കക്ഷി ഉപദേശം ഇങ്ങനെ കൊടുക്കുന്നത്. വളരെ ഭംഗിയായി 3-ാം അധ്യായത്തിൽ അങ്ങോരത് പറയുന്നുമുണ്ട്. നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. നല്ല ഉറപ്പിൽ ഈ 3 രീതികളുണ്ട്. 3ഉം ശ്രേഷ്ഠമാണ്. അത് അറിഞ്ഞ് അതിൽ അവനവൻ്റെ വാസനയ്ക്കിണങ്ങു മാറും. അതിൽ കർമ്മയോഗം. അപ്പോൾ ചിത്തശുദ്ധിയുടെ കാരണം കർമ്മയോഗമാണ്. തത്വമുറയ്ക്കാൻ കാരണം സാഖ്യയോഗപ്രകാരം ബുദ്ധിയോഗമാണ്. തത്വനിഷ്ഠന്മാരായ ആളുകൾ, സാഖ്യന്മാരായ ആളുകൾ അത് വിചിന്തനം ചെയ്തു പോകും. അവർക്കത് ആനന്ദപ്രദമാണ്. കർമ്മയോഗികൾ കർമ്മം ചെയ്തു പോകും. എന്നാൽ ചിത്തം ശുദ്ധമായവന് മാത്രമേ ആത്മാനുസന്ധാനം നടക്കൂ. ഒന്ന് പോയിരുന്നു നോക്കിയാൽ നാമം ജപിക്കാൻ. ഇരിപ്പുറക്കിയല്ല. പിള്ളേരും വീടും പരിസരവും നമ്മുടെ സ്വഭാവം കൊണ്ട് പണിക്കാരില്ലാത്ത അവസ്ഥയും ശരിയല്ല. ചിലരുടെ അടുക്കിലേക്ക് പണിക്കാർ വരും, ശമ്പളമൊന്നും കൊടുത്തിട്ടല്ല. കേരളത്തിൽ ചിലരുടെ കൂടെ നിന്ന് പണി ചെയ്യുന്നത് ശമ്പളം കൊടുത്തിട്ടില്ല, മദ്യം കൊടുത്തിട്ടില്ല. ചിലരെ വിട്ടുപോകില്ല.
ശരിയാണോ നോക്ക്. എത്രയാ ശമ്പളം? ഡെയിലിയോ? എല്ലാം കൂടി ഒരു 1500 രൂപ തരും ഒരു മാസം. 1500 രൂപ ഇന്നത്തെ കാലത്ത്. അയ്യോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ദിവസം പണിയെടുത്താൽ 500 രൂപ മുതൽ 1000 രൂപ വരെ ഉണ്ട്. പോരുന്നോ? ഇല്ല, പോരാൻ പറ്റില്ല. എന്നാൽ അവിടെ കിടന്ന് മുടിയേ എന്ന് പറഞ്ഞ് പോകാനേ പറ്റുള്ളൂ. ചിലർ വിളിച്ചാൽ ആരും വരും, ചിലർ വിളിച്ചാൽ ഒരു പട്ടി വരില്ല. എൻ്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ എത്ര പണിക്കാരുണ്ടെന്നറിയാമോ? ഞാനിതിൻ്റെ ചാർജ് ഏറ്റെടുത്തു. അതോടെ എല്ലാ അവളുമാരും ഒഴിഞ്ഞു, എല്ലാ അവന്മാരും ഒഴിഞ്ഞു. എന്താ കാരണം? കയ്യിലിരിപ്പ്. ലോകം മാറിയതല്ല, നമ്മൾ മാറിയതാ. വാസനയുടെ വ്യത്യാസമായത്. ചിലർക്കേ പറ്റുള്ളൂ. കർമ്മങ്ങളൊക്കെ കൃത്യമായി നടക്കും അത്തരക്കാരുടെ സാന്നിധ്യത്തിൽ. അവർ കർമ്മം ചെയ്യേണ്ടതില്ല. അപ്പോൾ വിശുദ്ധാന്തഃകരണനായി കഴിഞ്ഞു മാത്രമേ ആത്മാനുസന്ധാനം നടക്കൂ. ആത്മാനുസന്ധാനത്തിനൊന്ന് നാമം ജപിക്കാൻ പോയിരിക്കാനാ പറഞ്ഞേ. ആം ഐ റൈറ്റ്? ഇരിപ്പുറകിയല്ല. മറ്റത് പണിക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസ്തരാ പണിക്കാർ. ഒരു നാമം ചോദിക്കും. അവർ വളരെ ബഹുമാനത്തോടെ പറയും. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എന്തോ അത് നാമം ജപിക്കാൻ കയറിയിരിക്കുകയാണ്, ഇപ്പോൾ കാണാനാവില്ല, വെളിയിൽ നിന്നോ, സമയമാകുമ്പോൾ ഞങ്ങൾ പറയാം. സ്വാധ്യായത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഒക്കെ സ്ഥലത്ത് പോയി ഇരിക്കണമെങ്കിൽ മനസ്സുറച്ചിരിക്കണം. ഇത് സ്വാധ്യായത്തിനും പ്രവചനത്തിനും ഒക്കെ പോകണമെങ്കിൽ താക്കോൽ കൂട്ടം കൂടെ കൊണ്ടുപോകണം. താക്കോലേ കൊണ്ടുവന്നിട്ടുള്ളൂ, പെട്ടി കൊണ്ടുവന്നിട്ടില്ല. അത് വല്ലവനും കൊണ്ടുപോയെങ്കിലോ താക്കോലുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഗതി. ഇവിടെയൊക്കെ വേണ്ടത് അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയാണ്. അന്ധക്കരണം വിശുദ്ധമാണെങ്കിലേ ഒരു കർമ്മത്തിൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധേയമായി വ്യാപരിക്കാൻ കഴിയുള്ളൂ. കർമ്മത്തിൻ്റെ എല്ലാ വിജയവും അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയിലാണ്. വിശുദ്ധാന്തക്കരണം അല്പം പ്രയത്നം മതി. അന്ധക്കരണം വിശുദ്ധമല്ലെങ്കിൽ ഒരുപാട് കോലാഹലം ഉണ്ടാകും. അതാണ് ചിലർ വന്നു വിശുദ്ധാന്തകരണനാണ്, ഒന്ന് നോക്കി അത് ഇന്നത് ചോദിക്കണം, യോജിപ്പിച്ചു, സ്ഥലം വിട്ടു. 5 മിനിറ്റ് കൊണ്ട് കാര്യം ചെയ്തു, സ്ഥലം വിട്ടു. അവൻ്റെ പുറകെ കൊണ്ട കൊടുക്കാൻ തോന്നും. വണ്ടിയെടുത്ത് പുറകെ പോകും. അവൻ 1,00,000 രൂപ കൊടുത്താലും ഒരു സങ്കടം തോന്നുകയില്ല. മറ്റത് വന്നു, ഇത് കുളവാക്കി വെച്ചു, മറ്റത് വേറൊരു തരത്തിൽ കുളവാക്കി വെച്ചു. ഇനി 4 പേരെ വിളിച്ചുകൊണ്ട് വന്നാലും ശരിയാവില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയാണിവിടെയെല്ലാം പ്രാധാന്യമുള്ളത്. വിശുദ്ധാന്തക്കരണനായവനായാൽ എല്ലാമായി. അവന് മാത്രമേ ആത്മാനുസന്ധാനം കൊണ്ട് കർമ്മത്തെ ത്യജിക്കാൻ കഴിയൂ. ആത്മാനുസന്ധാനം കർമ്മത്യാഗത്തിനുള്ളതാണ്. അവിടെ കർമ്മം തന്നെ കൊഴിഞ്ഞു പോകും, പ്രയത്നമില്ലാതെ. കൊഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? അവൻ നനയ്ക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ വിശുദ്ധാന്തക്കരണം ഭഗവാനിൽ ചെന്ന് ചേരുകയാൽ ഭഗവത് കിങ്കരന്മാർ അവിടെ എത്തും അവനെ സേവിക്കാൻ. ഞാൻ നനയ്ക്കാം. ശമ്പളം കിട്ടാനല്ല, ആനുകൂല്യം കിട്ടാനല്ല, അതിനൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പുറത്തിറങ്ങി തെരുവിളിക്കും. അതൊക്കെ ദുഃഖത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ എത്ര കാലം അങ്ങയുടെ കൗപീനം തിരുമ്മി കൊടുത്തതാ, ഒരു നന്ദി മനസ്സിലായില്ല.
ഇത് നന്ദിക്ക് വേണ്ടിയല്ല, ശമ്പളത്തിന് വേണ്ടിയല്ല. കാരണം അത് തിരുമ്മിയാൽ ചിലത് കിട്ടുമെന്നുള്ള ബോധം. അതെല്ലാം അദൃഷ്ടവും ദൃഷ്ടമല്ല. അദൃഷ്ടത്തിലേക്ക് മനസ്സ് വരണമെങ്കിൽ ദൃഷ്ടമായതെല്ലാം തീർന്ന് അന്ധക്കരണം വിശുദ്ധമാകണം. അച്ഛന് സേവ ചെയ്താൽ എന്ത് കിട്ടും? അദൃഷ്ടം, ദൃഷ്ടമല്ല. അമ്മയ്ക്ക് സേവ ചെയ്താൽ എന്ത് കിട്ടും? അദൃഷ്ടം. ഗുരുവിനെ സേവിച്ചാൽ എന്ത് കിട്ടും? അദൃഷ്ടം, ദൃഷ്ടത്തിനല്ല. അത്തരൊരു തലത്തിലേക്ക് മനസ്സുയരണമെങ്കിൽ അന്ധക്കരണത്തിന് വിശുദ്ധി ഉണ്ടാവണം. വിശുദ്ധാന്തക്കരണന് മാത്രമേ ഒരിടത്ത് മര്യാദയ്ക്ക് അല്പനേരം ഇരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് കാല് വിറച്ചു തുടങ്ങും. വെറുതെ ഒന്ന് ഇരുന്ന് നോക്കിയേ, നിങ്ങളുടെ കാല് തന്നെ വിറയ്ക്കുമോ എന്ന് നോക്കിയേ, എഴുന്നേക്കാൻ തോന്നുമെന്ന് നോക്കിയേ, അല്പനേരം ഒന്ന് വെറുതെ ഇരിക്കാം എന്നൊന്ന് തീരുമാനിച്ചു നോക്കിയേ, ഒന്ന് ഏറ്റ് നടക്കണ്ടേ എന്ന് തോന്നുമോ? ഇരിപ്പുറയ്ക്കുമോ നോക്ക്. ആ പഴയ കുരങ്ങ് ജനിതകം വിടാതെ കൂടെ ഉണ്ടോയെന്ന് നോക്ക്. കൊടിയടയാളത്തിൽ അവൻ കയറി ഇരിപ്പുണ്ടോ എന്ന് നോക്ക്. മനസ്സിലായില്ല? നമ്മുടെ മുതുമുത്തച്ഛൻ ഒറിജിനൽ അവനാണ് കൊടിയടയാളത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടാവും മനസ്സിന്. മനസ്സിനെ പിടിച്ചു നിർത്താൻ പണിയാണ്. അതുകൊണ്ടാണ് ശീലം കൊണ്ട് വേണം അന്ധക്കരണം വിശുദ്ധമാകാൻ. നല്ല ശീലങ്ങളിലൂടെ അന്ധക്കരണത്തെ നിർനിമിത്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദുശീലങ്ങളിൽ നിന്ന് ആദ്യം മോചിപ്പിക്കുക. പിന്നെ നല്ല ശീലത്തെ അനുനയപൂർവം അറിവ് കൊണ്ട് പരിത്യജിക്കുക. അപ്പോൾ വിശുദ്ധാന്തക്കരണനായി പുറത്തേക്ക് വരും. ആ വിശുദ്ധാന്തക്കരണനായവന് മാത്രമാണ് ആത്മാനുസന്ധാനം. ആ കർമ്മസന്യാസം, അങ്ങനെ എത്തുന്ന കർമ്മത്യാഗം ജ്ഞാനനിഷ്ഠ കൊണ്ടാണ്. അതിന് വേണ്ടുന്നതായ തത്വനിഷ്ഠ ഉറയ്ക്കാൻ, ആത്മസത്യം ഉറയ്ക്കാൻ ഗുരുപസക്തി വേണം. സാമ്പ്രദായികന്മാരായ ഉത്തമന്മാരായ ഗുരുക്കന്മാരെ സമീപിക്കുകയും പരമ്പരയാ ചിത്തശുദ്ധി പരമ്പരയാ നേടിയത് എങ്ങനെയെന്നറിഞ്ഞ് ആ വഴിയിൽ നേടുകയും ചെയ്യണം. അത് ഓർമ്മിപ്പിക്കാൻ ആ 4-ാം അധ്യായത്തിൽ വിവസ്വാൻ മനു ഒക്കെ പരമ്പര പറഞ്ഞത്, അതിൻ്റെ വൈദിക പ്രാധാന്യം പറഞ്ഞത്, അതിൻ്റെ പാരമ്പര്യം പറഞ്ഞത്. അതാണിവിടെ ഏറ്റവും നന്നായി പറയുന്നത്. അതിനുള്ള ആചാര്യോപാസനം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം എല്ലാം വേണം. അതുകൊണ്ട് മോഹിതനായ ഒരുവന് കർമ്മസന്യാസം പറ്റില്ല. അർജുനൻ മോഹിതനാണ് ഒരളവ് വരെ. മോഹമാ പോകേണ്ടത്. വിവേകം നഷ്ടപ്പെടുത്തുന്നതാണ് മോഹം. അതിത് വാചികമായി പഠിച്ചാലും അല്പം മോഹം അവിടെ കിടക്കും. മോഹാവേശം കൊണ്ട് വെല്ലുവിളിക്കും. അതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് നിനക്ക് ചേർന്നത് കർമ്മസന്യാസമല്ല, കർമ്മയോഗമാണ്. അപ്പോൾ കർമ്മയോഗം കൊണ്ട് അന്ധക്കരണം ശുദ്ധമാകാതെ കർമ്മത്യാഗം ഫലത്തിലെത്തില്ല.
ആത്മമോക്ഷം ഉണ്ടാവില്ല, പതനമുണ്ടാവുകയും ചെയ്യും. ഈ രണ്ടും, കർമ്മത്യാഗവും കർമ്മയോഗവും ഒരുവൻ തന്നെയാണ് അനുഷ്ഠിക്കുന്നത് അന്ധക്കരണത്തിൻ്റെ രണ്ടവസ്ഥകളിൽ. അതുകൊണ്ട് ഇതിലൊന്ന് മറ്റൊന്നിനേക്കാൾ ഉത്കൃഷ്ടവോ അപകൃഷ്ടവോ ആകുന്നില്ല. അല്പം ക്ഷമിച്ചാൽ കർമ്മയോഗം അനുഷ്ഠിച്ചവൻ തന്നെയാണ് നാളെ കർമ്മസന്യാസത്തിലെത്തുന്നത്. ഇത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ അധ്യായം ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച്. കരുണാമയനായ ഭഗവാൻ അർജുനൻ്റെ അന്ധക്കരണത്തിൻ്റെ അവസ്ഥയറിഞ്ഞ്, കർമ്മയോഗമാണ് അർജുന നിനക്ക് ചേർന്നത്, അത് നീ ശ്രദ്ധേയമായി അനുഷ്ഠിച്ചാൽ കർമ്മസന്യാസത്തിലെത്തും. ഇനി കർമ്മസന്യാസത്തിന് പാകമായി കഴിഞ്ഞാണെങ്കിലും ലോകോദ്ധാരണാർത്ഥം നല്ലത് കർമ്മയോഗമാണ്, കർമ്മസന്യാസമല്ല. കാരണം നീ ഇനി കർമ്മസന്യാസത്തിന് തന്നെ പ്രാപ്തനാണെന്നിരിക്കട്ടെ, നീ നിമിത്തം ലോകം നാളെ നശിക്കാതിരിക്കണം, അതിനും നല്ലത് കർമ്മയോഗമാണ്. കാരണം ബുദ്ധി ജനങ്ങളിൽ വാസനയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ന്യായങ്ങളും നീതിശാസ്ത്രങ്ങളുമെല്ലാം വാസനയ്ക്കും പ്രിയാപ്രിയങ്ങൾക്കും അനുസരിച്ചാണ്. ഇപ്പോഴോടുന്നത് മനുസ്മൃതിയുടെ അംശവും യാജ്ഞവൽക്യ സ്മൃതിയുടെ അംശവും ശരീഅത്തും എല്ലാം കലർന്നതും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും നിയമങ്ങൾ കലർത്തിവെച്ചിട്ടുള്ളതുമായ ലിഖിതവും ഭേദപ്പെടുത്താവുന്നതുമായ ഒരു ഭരണഘടനയും നിയമനിർമ്മാണവുമാണ് നിങ്ങൾക്കുള്ളത്. ആം ഐ റൈറ്റ്? അറിയാമെന്ന് വിചാരിക്കുന്നു. ഭേദപ്പെടുത്താവുന്നതാണ് ഇന്ത്യൻ നിയമം. അവിടെ ചില രാജ്യങ്ങളിൽ ഭേദപ്പെടുത്താവുന്നതല്ല. കാരണം എപ്രയോറി അല്ല, എപ്പോസ്റ്റീരിയോറിയാണ്. ശ്രൗതമല്ല, സ്മാർത്ഥമാണ്. ആ നിയമം തന്നെ 1960കളിലെ കേസിൽ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്ന് നോക്കുക. പ്രഗത്ഭരായ ഭരണഘടനാ വിദഗ്ധന്മാരും സിവിൽ ക്രിമിനൽ ലോയേഴ്സും 1960കളിൽ ഈ നിയമത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചാണ് കോടതിയിൽ ശിക്ഷയ്ക്ക് ചിലരെ വിധേയരാക്കിയതും ചിലരെ രക്ഷിച്ചതും. അതേ നിയമം ഇന്ന് കോട്ടിയത് എങ്ങനെ വ്യാഖ്യാനിച്ചാണ് ചിലരെ രക്ഷിക്കുന്നതും ചിലരെ ശിക്ഷിക്കുന്നതുമെന്ന് ഇന്ന് നോക്കുക. നിയമം ഒന്ന് തന്നെയാണ്, ഉദ്ധരണി ഒന്ന് തന്നെയാണ്, വ്യാഖ്യാനം ഒരുപോലെയാണോ നോക്കുക. അന്ന് വക്കീലന്മാർ തന്നെയാണ് ഇത് വ്യാഖ്യാനിച്ച് വാദിച്ചത്. ഇന്നും അതേ തൊഴിൽ ചെയ്യുന്നവനാണ് വാദിക്കുന്നത്. ഇനി ആലോചിക്കുക, കോടതിയെന്നൊന്നുണ്ടോ? മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. 1960 ഉദ്ധരിച്ച അതേ നിയമം അന്ന് ശിക്ഷിക്കാൻ ഉപയോഗിക്കുകയും 1990 അതുതന്നെ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ വേറെയാണ്. ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വാസനയാണ്. ഈ വാസന എല്ലാവനോടും ഇപ്പോൾ ഉണ്ട്. ആദ്യത്തവനിൽ വന്നു നിൽക്കുന്ന പ്രതിക്ക് പൂർവജന്മകർമ്മകൃതമായിരിക്കുന്ന പാപങ്ങളാൽ ആ ഉദ്ധരണി ഉപയോഗിച്ച് തെറ്റുകാരനല്ലെങ്കിൽ പോലും അവനെ ശിക്ഷിക്കാനാണ് ആ ഉദ്ധരണി ഉപയോഗിച്ചതെങ്കിൽ
ഇപ്പോൾ വന്നു നിൽക്കുന്ന പ്രതിക്ക് അവൻ പൂർവജന്മ കർമ്മങ്ങളിലൂടെ ഈ തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി പുണ്യമുള്ളതിനാൽ അതിൻ്റെ പുണ്യബലത്തിൽ വാദിക്കുന്നവൻ അതുദ്ധരിച്ച് വാദിച്ച് ഇവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കള്ളനായിട്ട് കൂടി. ഇവിടെ നിയമം കൊണ്ടെന്താ പ്രയോജനം? നിങ്ങളുടെ നിയമനിർമ്മാണം, ജനാധിപത്യം, ഇതുകൊണ്ടൊക്കെ മാറ്റം വരുമോ? മാറ്റമില്ലാത്തതാണ് ശാസ്ത്രം. അതാണ് ഗീതയിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ വാസനകളും നിങ്ങളുടെ പൂർവകർമ്മങ്ങളും നിങ്ങളുടെ പാപങ്ങളും പുണ്യങ്ങളും ഒക്കെയാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്, പുറത്തൊന്നുമല്ല. കാശുകാരനെല്ലാം ആകാം എന്നൊക്കെ നിങ്ങൾ പറയും, ആവില്ല. അംബാനി പുത്രന്മാർക്ക് ഒരു നിയമസഭാ സാമാജികനെയോ അയാൾ ഇരിക്കുന്ന സ്റ്റേറ്റിലെ ഒരു നിയമസഭാ സാമാജികനെയോ ഒരു പാർലമെൻറ്റ് അംഗത്തെയോ ഇപ്പോൾ കാണാൻ മേല. അയാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവന്മാർ കയ്യാലെ ചാടി കയറും. കാരണം പത്രക്കാർ ക്യാമറ ആയിട്ട് നടക്കുകയാണ്. പുണ്യം കുറഞ്ഞുകൊണ്ടാണ്. പൂർവജന്മ പുണ്യമുള്ളപ്പോൾ ഏത് കൊള്ളത്തരവും കാണിച്ചാലും കയറി പോകും. പാവപ്പെട്ടവനാ വലിയവനായി പോകുന്നത്. 35 രൂപയുടെ സ്വത്തുണ്ടായിരുന്നവനാണ് 35,000 കോടിയുടെ സ്വത്തുകാരനായി ഒരു ദിവസം കൊണ്ട് വളരുന്നത്. നിങ്ങൾക്കും പുണ്യമുണ്ടെങ്കിൽ വളരും. പുണ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിയേണ്ടി വരുന്നത്. അതിന് അസൂയൊന്നും പെട്ടിട്ട് കാര്യമില്ല. താഴോട്ട് വരാനും ഇങ്ങനെയാണ്, വെടിച്ചില്ല് പോലെയാണ്. മനസ്സിലായില്ലേ? ലോകത്തിലെല്ലാവരും ഉറ്റുനോക്കുന്ന ശബരിമലയുടെ 18 നടയും സ്വർണം പൂശിയവനാണ് തിത്തത്തൈ വെച്ച് താഴോട്ട് വന്നിരിക്കുന്നത്, വണ്ടിച്ചെക്ക് വരെയായിട്ട് നിൽക്കുന്നത്. പൂന്താനം പറഞ്ഞതാ ശരി. 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെ മണ്ട മൈതാനമാക്കുന്നതും ഭവാൻ അല്ലേ? അങ്ങനെയല്ലേ? കണ്ടങ്ങിരിക്കും തലമുടി കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെ മണ്ട മൈതാനമാക്കുന്നതും ഭവാൻ. ഓ, അങ്ങനെയല്ല പറഞ്ഞതല്ലേ? കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. നിങ്ങളുടെയൊക്കെ തല കാണുമ്പോൾ ഞാൻ എങ്ങനെയാ ഇത് പറയാതിരിക്കുക? അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ലോകത്തെല്ലാം നടക്കുന്നത് ഈ രീതിയിലാണ്. അതിനൊരു വഴിയേ ഉള്ളൂ. ഇതെല്ലാം നേരാവണ്ണം പോകാൻ അന്ധക്കരണം വിശുദ്ധമാക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. വിശുദ്ധാന്തക്കരണത്തിൽ ഭഗവാൻ തന്നെ നിറഞ്ഞു വിളങ്ങും. പക്ഷെ നമ്മളെവിടെ ചെന്നാലും വിശുദ്ധി പോകുന്ന തരത്തിൽ നമ്മുടെ പൂർവ്വവാസനകൾ കളിക്കും. ചുറ്റുപാടല്ല കളിക്കുന്നത്. അത് നോക്കിയാൽ മതി. നമ്മൾ ജനിച്ചത് ഒരുമാതിരി കഞ്ഞി കുടിക്കാവുന്നിടത്താണ്, ശരിയല്ലേ? ഒരുമാതിരി വലിയ ദാമ്പത്യമൊന്നും ഇല്ലെങ്കിലും വലിയ ദുഃഖയില്ല, കഞ്ഞി കുടിക്കാവുന്നിടത്താണ്. നമ്മളെ കൊല്ലാൻ ഒരമ്മാവനും ഓടി നടന്നില്ല. ഓടി നടന്നോ? എന്തു ദുഃഖമാണ് നമുക്കുണ്ടായത്. അമ്മാവനും കൂട്ടരും കൊല്ലാൻ നടക്കും, അച്ഛനും അമ്മയും ജയിലിൽ കിടക്കും. അതിനകത്ത് ജനിച്ചിട്ട് ഈ കപട ഗോപാലൻ ഒന്ന് കരഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കി. അപ്പോൾ ചുറ്റുപാടാണോ കരയിപ്പിക്കുന്നത്? വാസനയാണ് കരയിപ്പിക്കുന്നത്. താൻ തൻ്റെ കർമ്മത്തിനാണ് വന്നേ. അമ്മാവൻ വിചാരിച്ചാലല്ല, അമ്മാവൻ്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ നമുക്കൊണ്ടൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലെന്ന് അവനറിയാം. കാരണം നമ്മുടെ വാസനയാണ് പോകുന്നത്. ചേട്ടന്മാരോട് ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരൊക്കെ പോയി കിട്ടി. മനസ്സിലായില്ല? എഴുതി വെച്ച നിയമമൊന്നും മാറില്ല. വാസനയാണ് കോല് പിടിച്ചെഴുതുന്നത്. അതുകൊണ്ട് നിയമങ്ങളൊക്കെ അവിടെ കിടക്കും. നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. വക്കീലന്മാർ 2-3 പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആം ഐ റൈറ്റ്? നിങ്ങളാണെങ്കിൽ പല കാര്യങ്ങളും നിയമത്തെ പേടിച്ചാണ് ധർമ്മമൊക്കെ ഒഴിവാക്കുന്നത്. എന്നാൽ അധർമ്മം ചെയ്യാൻ നേരത്തോ നിയമത്തെ ഒരു പേടിയില്ല.
ഇത് തിരിച്ചൊന്ന് മനസ്സിലാക്കി നോക്കുക. അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയാണ് ആവശ്യം. അകവും പുറമൊന്നുമില്ല. പിടിച്ചകത്തിട്ടാൽ നിങ്ങൾ പുറത്തും പുറത്ത് നിൽക്കുന്നവൻ അകത്തുവാണെന്ന് തോന്നും. കാരണം രണ്ടും തിരിക്കുന്നത് കമ്പിവേലിയല്ലേ. മനസ്സിലായില്ല. മറ്റവൻ ഇച്ചിരിയും കൂടെ വിസ്താരമുള്ള ബന്ധനം കൂടിയ ജയിലിൽ. മനസ്സിലായില്ല. നമ്മൾ ഇനി അവൻ നോക്കുന്ന സുരക്ഷിതമായ ബന്ധനം കുറഞ്ഞ ജയിലിൽ. കാരണം നമ്മളെ അവൻ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. ഇതുവരെ മനസ്സിലായിട്ടില്ല. ധർമ്മം ചെയ്തവനാണ് അകത്ത് കയറി കിടക്കുന്നതെങ്കിൽ അവൻ്റെ ചിന്ത ഇങ്ങനെയാണ്. ഇനി നമ്മുടെ ആഹാര കാര്യവും വസ്ത്രകാര്യവും നമ്മളെ കുളിപ്പിക്കുന്ന കാര്യവും ക്ഷൗരം ചെയ്യുന്ന കാര്യമൊക്കെ ഇനി അവൻ നോക്കിയുള്ളൂ. നമ്മളൊന്നും നോക്കണ്ടല്ലോ. നിങ്ങളുടെ പേടിയൊന്നും അവനുണ്ടാവില്ല. അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം തീരുമാനിക്കുന്നത് പിടിച്ച് അകത്തിട്ടാൽ എന്ത് ചെയ്യും? അകമുണ്ടോ പുറമുണ്ടോ? മനസ്സിലായില്ല. ഇത് വേർതിരിക്കുന്നതൊരു കമ്പിവേലിയല്ലേ? അങ്ങനെയല്ലേ? ചാടിക്കടക്കണം എന്ന് ഉദ്ദേശിക്കുന്നവനല്ലേ ഇത് കണ്ടിക്കേണ്ടതുള്ളൂ. ഇതിനകത്ത് പരമാനന്ദ സുഖമാണ്. കാരണം എന്താ വെച്ചാൽ സമയാസമയത്ത് കൊണ്ടുതരും. ഇനിയിപ്പോൾ അലഞ്ഞോടണ്ട എന്ന് വിചാരിക്കുന്നവൻ എവിടെയാണ് പേടിയിരിക്കുന്നത്? അതുകൊണ്ട് ആദ്യം അന്ധക്കരണം വിശുദ്ധമാകാൻ നിർഭയരാവുക. ഭയചകിതരായിട്ടാണ് അന്ധക്കരണം വിശുദ്ധവുമല്ലാതെ ചാടിക്കേറി എല്ലാത്തിനും പോകുന്നത്. ആദ്യം നിർഭയരാവുക. ഒന്നിനെയും ഭയപ്പെടരുത്. ഭയക്കേണ്ടത് തൻ്റെ വാസനകളെ മാത്രമാണ്. അവനെ ശത്രുവായി കയറി വരുള്ളൂ. വേറെ ഒരാളും നിങ്ങൾക്ക് ശത്രുവായി കയറി വരില്ല. പൂർവകർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും അതിലെ വാസനകളും ശത്രുവായി നിൽപ്പുണ്ട്. നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ട് അതൊരു പശ്ചാത്താപം കൊണ്ട് പോയി കിട്ടും. ഒന്നിനെയും പേടിക്കരുത്. ഈ കാര്യത്തിൽ പൂർണ്ണ നിർഭയരാവുക. നിങ്ങൾക്ക് ചിലരെ കണ്ടാൽ പേടിയാണ്. ശരിയല്ല. ചിലരെ കുറിച്ച് പറഞ്ഞാൽ പേടിയാണ് അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം. ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ചാടി മുറിക്കാത്ത കയറുക. ചിലർ ചിലതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അവരെ കാണാതിരിക്കാനാണ് ചിലർ ഓടുന്നത്. മേടിച്ചവൻ ഇത്രയും പേടിയില്ല. 50,000 രൂപ കടം മേടിച്ചവനാണ്. കടം മേടിച്ചവൻ നിങ്ങളെ കണ്ടുകൊണ്ട് ഒളിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ കടം കൊടുത്ത് നിങ്ങൾ പേടിച്ചോടുകയാണ്. കാരണം ഇനിയും ചോദിക്കും. ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ കയ്യാലേ കയറുക. എന്താ സുഹൃത്തെ പേടിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്തോ അയാൾക്ക്? 50,000 രൂപ തരാനാണ്. അതിന് നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ കൊടുക്കാനുണ്ടെന്നാണല്ലോ ഞാൻ വിചാരിച്ചു. അല്ല സ്വാമി, 50,000 രൂപ കൊടുത്തു കഴിഞ്ഞ് കുറേ കൊല്ലമായി. ഇപ്പം വന്ന് പതുക്കെ സ്നേഹത്തിൽ കൂടിയിട്ട് ഞാൻ 50,000 കൊടുത്ത പോലല്ല സംസാരിക്കുന്നത്. ഞാൻ ഇനിയൊരു 50,000 കൊടുക്കാനുള്ള പോലെ സംസാരിക്കും. കുറേ നേരം നിന്ന് സംസാരിച്ചാൽ ഞാൻ കൊടുത്തു പോകും. എങ്ങനെയുണ്ട്? അതുകൊണ്ട് കയ്യാലേ കയറി വീട്ടിൽ ചെന്നാലും പറയും അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയണ്ടെന്ന്. അപ്പോൾ പിള്ളേർ വിചാരിക്കും അച്ഛനേതാണ്ട് കൊടുക്കാനുണ്ടായിട്ടാണ്. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ? നിർഭയം മാത്രമേ ആധ്യാത്മിക ലോകത്തേക്ക് പോവുള്ളൂ. ഭയത്തിൻ്റെ ചെറിയൊരംശം ഉണ്ടെങ്കിൽ അന്ധകരണത്തെ വല്ലാതെ ബാധിക്കും. ഒരു സാധ്യായവും നടക്കില്ല, ഒരു പ്രവചനവും നടക്കില്ല. സ്വന്തം അന്ധകരണത്തിൽ നിന്ന് ശബ്ദങ്ങൾ വരില്ല. പഠിച്ച പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് വഴിപാട് പോലെ വരുന്നതേ ശബ്ദമായി വരുള്ളൂ. ശാസ്ത്രമൊക്കെ പഠിച്ചാൽ സ്വന്തം അന്ധകരണം വിശുദ്ധമാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെയാണത്. വിശുദ്ധാന്ധകരണൻ്റെ അന്ധകരണത്തിൽ നിന്ന് ഗീതയും വ്യാസനും വസിഷ്ഠനും ഒക്കെ ഒഴുകും. അതുകൊണ്ട് അതിന് ഒരുപാട് പഠിക്കാനൊന്നും പോകണ്ട. പഠിക്കാനൊന്നേ ഉള്ളൂ, അന്ധകരണത്തെ ഒന്ന് വിശുദ്ധമാക്കുക. എല്ലാ അറിവും, എല്ലാ ലോകവും, എല്ലാ വിഷയങ്ങളും വിശുദ്ധാന്ധകരണത്തിൽ ആവശ്യം പ്രതി തെളിഞ്ഞു വരും. ആവശ്യമുണ്ടെങ്കിലേ തെളിഞ്ഞു വരുള്ളൂ.
ആവശ്യമില്ലെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് മറഞ്ഞോളും. കാരണം കടലിൽ എല്ലാ ജീവിയും ഉണ്ടാവും, എല്ലാത്തിനെയും ആവശ്യം വരില്ല. തിരെ ആവശ്യമുള്ളതിനെ അടിച്ച് കരയ്ക്ക് കൊണ്ടുവരും. ചിലപ്പോൾ അത് ഇറങ്ങിപ്പോവും, ചിലപ്പോൾ അത് അവിടെ കിടന്ന് എത്തുപോവും. അതുപോലെ ഈ വിശാലമായ ജ്ഞാനത്തിൻ്റെ ലോകം. അതുകൊണ്ട് അതിനെ ആദ്യം ശ്രമിക്കേണ്ടത് പഠിക്കാനല്ല, പഠിക്കുന്നതിനേക്കാൾ അന്ധകരണം വിശുദ്ധമാകാൻ. നിങ്ങളിക്കാലം അത്രയും പഠിക്കാനാണ് ശ്രമിച്ചത് അല്ലേ? പഠിക്കുന്നത് കൊണ്ട് അന്ധകരണം വിശുദ്ധമാകുന്ന പഠിപ്പുകളാവാം. മറ്റത് അന്ധകരണം വിശുദ്ധമാക്കാൻ ശ്രമിക്കുക. വിശുദ്ധാന്ധകരണത്തിൽ തെളിയാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നേ ചെയ്യണ്ടു, നിങ്ങളുടെ അന്ധകരണം വിശുദ്ധമാക്കുക. മിഥ്യാചാരനാവില്ല എന്ന് തീരുമാനിക്കുക. അങ്ങനെ വന്നാൽ അവൻ്റെ അവസ്ഥ ഏറ്റവും ഉന്നതമാവുകയും അവസ്ഥാഭേദേന രണ്ടും പ്രവർത്തിപ്പിക്കുവാൻ സാധ്യമാവുകയും ചെയ്യും. ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ ആദ്യം വിശുദ്ധാന്തകരണനാകാൻ ചെയ്ത കർമ്മയോഗം ഇപ്പോൾ കർമ്മസന്യാസമായി മാറും. വളരെ സിമ്പിളാണ്. ആദ്യം കർമ്മയോഗം അനുഷ്ഠിച്ചു, അന്ധകരണം വിശുദ്ധമായി, കരകയറി, അവസ്ഥ മാറി. അന്ധകരണം അശുദ്ധമായിരുന്ന അവസ്ഥയിൽ നിന്ന് വിശുദ്ധമായി. ഇനി കർമ്മം അങ്ങ് വീഴാൻ തുടങ്ങും. നമ്മളെ വിട്ടുപോകും കർമ്മങ്ങളൊക്കെ. നമ്മളതിനെ പിരിച്ചയക്കാനൊന്നും പോകണ്ട. കാരണം പല ആളുകളും അന്ധകരണം വിശുദ്ധമായവൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുക, ഞാൻ എങ്ങനെയാണ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തോടത് ചെയ്യുക എന്നൊക്കെ തോന്നുന്നത് അവരുടെ ഉള്ളിലാണ്, അയാളുടെ ഉള്ളിലാവില്ല. ഇത്തരൊരവസ്ഥയുണ്ടാക്കും. മക്കൾ തീരുമാനിക്കും, അച്ഛൻ ബന്ധമൊന്നുമില്ലാത്ത ലോകത്താണ്, വളരെ ഉയർന്ന അവസ്ഥയിലാണ്, അച്ഛനോട് ഇന്നിത് പറയണ്ട. അപ്പോൾ മക്കൾ ബന്ധത്തിൽ നിന്ന് വിട്ടു. ഭാര്യ തീരുമാനിക്കും, മക്കളെ അച്ഛനിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, അദ്ദേഹം ഇരിക്കുന്നത് വളരെ ഉയർന്ന അവസ്ഥയിലാണ്. നമ്മൾ അദ്ദേഹത്തോട് ഇന്ന് ഇതൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. പരിഹാരവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്, അന്ധകരണം വിശുദ്ധമായതുകൊണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ട. എന്താ കാരണം? ഇവർ ഈ ലോകത്ത് കെട്ടിമറിയാൻ വന്നവരാണ്. അങ്ങനൊരവസ്ഥയുണ്ടാകും. അതാണ് തന്നെ വളരെ സാവകാശം. തിരക്കൊന്നും കൂട്ടണ്ട, എല്ലാം പോയാൽ മതി, കിട്ടിയിരിക്കും. ഇതാണ് ഭഗവാൻ ഭംഗ്യന്തരേണ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർമ്മയോഗം കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഭഗവാൻ എന്തുകൊണ്ടു പറഞ്ഞു? അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു പ്രമാണം വേണ്ടേ? അതിനൊരു അനുഭവം വേണ്ടേ? അതിനൊരു കാരണം വേണ്ടേ? ആലോചിക്കുക. എന്തുകൊണ്ടാണ് ഭഗവാൻ കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമാണെന്ന് പറഞ്ഞത്? 5-ാം അധ്യായം ജ്ഞാനയോഗത്തിലാണ് ഇത് വ്യവച്ഛേദിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞു? ഭഗവാന്റെ തന്നെ ഉത്തരം കേൾക്കാം.